ഹേ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് ഗുരുവായൂർ അമ്പല നടയിൽ മൂവി കണ്ടേക്കണയാണ്. പടത്തിനെ കുറിച്ച് പറയാലോ, കിടിലം പടം, ഒരു രക്ഷയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മൂവിയാണ് ഇത്. ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് എന്നൊക്കെ വെച്ചാൽ ഇതാണ് പടം. പടം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിന്റെ ഡയറക്ടർ വിപിൻ ദാസ്, പിന്നെ ഇതിൽ നമ്മുടെ പൃഥ്വിരാജ് ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ജഗതി ശ്രീകുമാർ ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞിക്കുട്ടനുണ്ട്. അങ്ങനെ കുറെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരനിലകൾ തന്നെ ഉണ്ട് ഈ സിനിമയിൽ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ അഫ്കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അത് തന്നെ ആയിരിക്കും, ബേസിൽ ജോസഫിന്റെയും നമ്മുടെ പൃഥ്വിരാജിന്റെയും കോംബോയാണ്. അത് എനിക്ക് ഗംഭീരമായിട്ട് എനിക്ക് വർക്കൗട്ടായി. കാരണം നല്ല രസമാണ് അവർ തമ്മിലുള്ള കോംബോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇവരുടെ ഓരോ കോൺവെർസേഷനിലും ഓരോരോ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ പണ്ടത്തെ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതും കൂടി വരുമ്പോ കുറച്ചുകൂടി ഒരു രസമാണ് നമ്മൾ പടം കണ്ടിരിക്കുക. ഒരിക്കലും നമ്മളെ ഈ പടം ബോറടിപ്പിക്കല്ല. ഇതിപ്പം സ്റ്റോറി ഒക്കെ ഒരു നോർമൽ സ്റ്റോറി ഒക്കെ തന്നെയാണ്. പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന രീതിയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഒരു ചിരി കൈവിടാത്ത, എന്ന് വെച്ചാൽ ഒരു വളിപ്പിലേക്കോ അല്ലെങ്കിൽ ആസ്വാദനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരു കാര്യത്തിലേക്കോ വരാതെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ തന്നെ ഗ്രാഫ് പിടിച്ചേക്കണ ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം നമ്മള് പടത്തിലെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുമ്പോ ഇവര് തമ്മിലുള്ള കുറെ സീനുണ്ട്, നമ്മുടെ പൃഥ്വിരാജും ബേസിൽ ജോസഫും തമ്മിലുള്ള. അതൊക്കെ ഗംഭീരമാണ്. പിന്നെ ഈ സിനിമയിലെ അനശ്വര രാജൻ, പിന്നെ വിമല. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയത്, വിമലയ്ക്ക് അത്യാവശ്യം കുറെ ഡയലോഗും കാര്യങ്ങളും ഒന്നും ഇല്ല. ഒരു അത്യാവശ്യം ഒരു ആക്റ്റീവ് അല്ലാത്തൊരു ആർട്ടിസ്റ്റ് പോലെയാണ് തോന്നി. കാരണം സിനിമയ്ക്ക് അതായിരിക്കും വേണ്ടത്. അപ്പൊ ഒരു കുറച്ചുകൂടി ഡയലോഗ് കൊടുക്കാമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അനശ്വര ഗംഭീര അഭിനയമായിരുന്നു, അനശ്വര കൊള്ളായിരുന്നു സിനിമയില്. പിന്നെ ബേസിൽ ജോസഫ്, അയ്യോ സീനാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരു കല്യാണം നടക്കാനുള്ള ഒരു അംഗമായിരുന്നു സെക്കൻഡ് ഹാഫ് മൊത്തത്തില്. അത് കണ്ടിരിക്കാൻ വളരെ രസമായിരുന്നു. ഒരു ബിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ പടം കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഒരു വിജയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഒരു ഗംഭീര പടം തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പം ഫാമിലി ആയിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി എല്ലാ ടെൻഷനും മറന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഗംഭീര പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാതെ ഈ പടം പോയി കാണാൻ. നിങ്ങൾ 100% ചിരിച്ചോണ്ടല്ലാതെ തിയേറ്ററിൽ ഇറങ്ങില്ല. അതാണ് ഈ പടം. അപ്പൊ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.